ശരാശരി മലയാളി താങ്കളെ തിരിച്ചറിയുന്നത് ടെലിവിഷൻ എന്നുള്ള മീഡിയത്തിലൂടെയാണ്. തീർച്ചയായിട്ടും ടെലിവിഷൻ സാറ്റലൈറ്റ് ഉപഗ്രഹ ചാനലുകൾ ശക്തി ആർജിക്കുന്നു. അതിനോടൊപ്പമാണ് താങ്കൾ ആ തിരയിലാണ് താങ്കൾ ഇങ്ങനെ ഒഴുകിയത്. അതിനു മുമ്പ് ആ ഇടങ്ങളിൽ ദുബായില് ഇപ്പൊ കുവൈറ്റിലെ സദ്ദാം ഹുസൈൻ വന്നപ്പോൾ പിന്നെ ഞാൻ ബേസ് ദുബായിലേക്ക് മാറ്റിയല്ലോ. അവിടെ റേഡിയോസ് ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ ഇതിന്റെ തുടക്കം. അതെ, റേഡിയോസില് ജനകോടികളുടെ വിശ്വസ്ത ജനകോടികളുടെ വിശ്വസ്ത ഞാൻ തന്നെ കണ്ടുപിടിച്ചു. സ്വന്തം. തീർച്ചയായും ഈ ബേസ് ലൈൻ ഒക്കെ ഇങ്ങനെ കണ്ടുപിടിക്കുന്ന ആരാണ്? ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ചു. അതെ, ജനങ്ങൾ വന്നിട്ട് അത് എങ്ങനെ വന്നു എന്ന് വെച്ചാല് അവിടെയെല്ലാം ആളുകള് സ്വർണം വാങ്ങിക്കുമ്പോൾ ഒരു കടയിൽ നിന്നല്ല വാങ്ങിക്കുന്നത്, പല കടകളിൽ നിന്നും മേടിക്കും. എന്നിട്ട് നാട്ടിൽ വന്നിട്ട് അവരുടെ വിശ്വാസമുള്ള തട്ടാൻ അല്ലെങ്കിൽ ഷോപ്പിൽ പോയി ചോദിക്കും. അപ്പൊ എല്ലാവരും പറയും ഇത് മാത്രമേ നന്നായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അത് അറ്റ്ലസിന്റെ ആയിരുന്നു. എല്ലാവരും മടങ്ങി വന്നിട്ട് പറയും, സാർ ഞങ്ങൾ പല ദിക്കിന്നും വാങ്ങിച്ചെങ്കിലും അറ്റ്ലസിന്റെ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് സ്വർണം. അത് അപ്പൊ അങ്ങനെയാണ് ഈ പേര് വന്നത്. പിന്നെ ജനകോടികളുടെ എന്നുള്ളത് ഞാൻ ആഡ് ചെയ്തതാ. എവിടുന്നാന്ന് വെച്ചാൽ നമ്മുടെ ഒരു നാടകഗാനുണ്ടല്ലോ പണ്ടത്തെ, പണ്ടും കലയോടുള്ള ആഭിമുഖ്യം പണ്ടും ഉണ്ടല്ലോ. ഈ സ്വന്തം മുഖത്തെ ഇപ്പം പിന്നെ താങ്കളുടെ നിരീക്ഷകർ പറയുന്നത് വെച്ചാൽ സ്വന്തം മുഖത്തെ ഇത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ടാവില്ല. എന്തൊരു ഇഷ്ടമാണ്, ആർത്തിയാണ് ആ മുഖം കാണാൻ. എനിക്കോ? അയ്യോ, അതത്ര സത്യമാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഏത് പരസ്യത്തിലും, അതായത് ഒരുപക്ഷെ ഇന്ത്യയിൽ സ്വന്തം സ്ഥാപനത്തിന്റെ പരസ്യത്തിന് മോഡലാകാൻ വേണ്ടി ആ മുതലാളി ദിനം നിൽക്കുകയാണ്. ആ ഒരു എന്താ പറയണ്ടേ, അത് തുടക്കം കുറിച്ചത് വേറെ താങ്കളാണ്. വളരെ സിമ്പിൾ ആണ്. എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ പ്രോഡക്റ്റില് വിശ്വാസമുണ്ടെങ്കിൽ അത് നഗരമധ്യത്തിൽ വന്ന് വിളിച്ചു പോവാൻ ഒരു മടിയും വേണ്ട. ഇങ്ങനെ പരസ്യത്തില് മോഡലായിട്ട്, സ്വന്തം പരസ്യത്തിന്റെ മോഡലായിട്ട് വരുമ്പോൾ ചില ആൾക്കാർ ഉറ്റവർ തന്നെ വിമർശിച്ചിട്ടുണ്ടാവില്ലേ? തീർച്ചയായും. അതായത് അതിന്റെ പെർസെന്റേജ് പറയാം. 1,00,000 ഒരാള്. ഭാര്യ എന്ത് പറഞ്ഞില്ലേ ഈ പരിപാടിക്ക് പോകരുതെന്ന് പറഞ്ഞില്ല, വേണമോ എന്ന് ചോദിച്ചു. പറഞ്ഞു ഇല്ല, പോകരുത് എന്ന് പറഞ്ഞേയില്ല. പക്ഷേ നിരുത്സാഹപ്പെടുത്തി, കുറച്ച് നിരുത്സാഹം. അതെനിക്കറിയാം. അതെ, നിരുത്സാഹപ്പെടുത്തി. പക്ഷെ പോകരുത് എന്നതിനർത്ഥമില്ല. ഇല്ല, ഇത് വേണമോ. പോകരുതെന്ന് വെച്ചാൽ പോകാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്ന്. കാരണം മറ്റുള്ളതിന് എന്തിനത്ര ബുദ്ധിമുട്ടുന്നേ? ഇതിപ്പോ പ്രത്യേകിച്ച് ആര് പറഞ്ഞാലും ഭാര്യ നോക്കുമ്പോൾ വീട്ടിലും ഈ മോഹം തന്നെ, ടി വി കാണുമ്പോഴും മോഹം തന്നെ. അത് അവള് ഓഫ് ചെയ്ത് വെച്ചാൽ മതില്ലോ, അല്ലെങ്കിൽ മറ്റേ റൂമിലേക്ക് പോയാൽ മതില്ലോ. അതുകൊണ്ട് അത് പേടിക്കല്ല. അതുകൊണ്ടല്ല, അതെ, അത് വലിയ പ്രശ്നമില്ല. വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, പൊതുപരിപാടികളിലൊക്കെ പോകുന്നു. അപ്പോൾ ആൾക്കാരുടെ ഈ പ്രതികരണം എങ്ങനെയാ? ആൾക്കാർ ഈ പറഞ്ഞ സത്യം പറയാൻ കുറച്ച് വിഷമമുള്ളത്. സത്യമായിട്ട് തന്നെ പറയാവുള്ളൂ. അതെ അല്ലേ, വിമാനത്തിൽ പോകുന്നതിന് വിഷമമില്ല, വിമാനത്തിന്റെ ഉള്ളിൽ കയറി കിട്ടി കഴിഞ്ഞാൽ വിഷമമില്ല. അതുവരെ എങ്ങനെയാ? അതുവരെ ഈ പ്രത്യേകിച്ച് ഈ ദുബായില്, ദുബായ് എന്ന് വെച്ചാൽ എല്ലാവരും എന്നെ അറിയും. ഇപ്പൊ എനിക്ക് വാസ്തവം പറഞ്ഞാൽ ഈ സിനിമ സ്റ്റാർസിനേക്കാൾ വിഷമ. എന്റെ പ്രൈവസി കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിരിക്കുക. അത് വലിയ പ്രശ്നമാണ്. അതെ, പ്രൈവസി എന്ന് പറഞ്ഞ സംഭവം മുഴുവൻ നഷ്ടപ്പെട്ടു. ഒരു കുരുത്തക്കേടും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവരിങ്ങോട്ട് ചെയ്യുന്നതിന് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ദുബായ് എയർപോർട്ടില് അമേരിക്കയിൽ നിന്നൊക്കെ ഈ ഇതിൽ വരുന്നുണ്ടല്ലോ, അവരിങ്ങനെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. അവർക്ക് സന്തോഷം വന്നു, പെണ്ണുങ്ങൾ വന്ന് കെട്ടിപ്പിടിക്കുന്നു. ഞാൻ എന്ത് ചെയ്യാനാ? അവരുടെ ഭർത്താക്കന്മാരെ മുമ്പിൽ വെച്ചിട്ട് അത് അവിടെ അമേരിക്കയില് അതൊരു കുറ്റമല്ല. അമേരിക്കയില് ദുബായിലാണ് കെട്ടിപ്പിടിച്ചാലോ? അത് എയർപോർട്ടല്ല. ഇങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്ന ഭാര്യ എന്തായിരിക്കും? ഭാര്യ ഒത്തിരി മാറി നിൽക്കും, സൗകര്യപ്പെടുത്തി കൊടുക്കും. അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ഇല്ലെങ്കിൽ അവർക്ക് ഇനി വിഷമാവണ്ടെന്ന് വെച്ചിട്ട് ഒന്നും മാറി. അപ്പോൾ ഈ ഭർത്താക്കന്മാരെ ഇങ്ങനെ വിട്ടിട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്യാണ് അല്ലേ? വല്ലപ്പോഴും, എല്ലാ ദിവസമൊന്നും ഇല്ല. എല്ലാ ദിവസവും അങ്ങനെ ഉണ്ടാകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ആദ്യമൊക്കെ ആലിംഗനം ഈ പെണ്ണുങ്ങൾ ചെയ്യുമ്പോൾ എന്താണ്? ഇതെന്താ അത്ഭുതം, ഇതെന്താ നിങ്ങളല്ലേ എല്ലാ ദിവസവും ഞാൻ കാണുന്നത്. അത് ശരി, നേരിട്ട് കാണാൻ എനിക്ക് ജീവൻ ഉണ്ടെന്ന് മനസ്സിലായില്ലേ. പിന്നെ ചില ആൾക്കാർ കൈ തൊട്ട് നോക്കും, ഇത് ഷർട്ടൊക്കെ വിട്ട് നോക്കുക. അതൊന്നും പെൺകളെ, ചെറിയ കുട്ടികളാണ് അധികം ഷർട്ടുകളൊക്കെ പിടിച്ച്. ഈ സ്റ്റാർട്ടർ എൻജോയിങ് ഇറ്റ് അല്ലേ? സത്യമായിട്ട് അല്ലേ? തീർച്ചയായിട്ടും. ഒരു എന്താ പറയാ, അതിന്റെ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടി. അതെ, അപ്പോഴാണ് കുറച്ചും കൂടി വീറോട് കൂടിയിട്ട്
അല്ല അതും ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇല്ല, അതല്ലെങ്കിലും ചെയ്യണം, ചെയ്തേ പറ്റൂ. കാരണം നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു. പക്ഷേ ഈ അതേ സമയത്ത് നല്ല യുക്തിപൂർവമായിട്ടുള്ള മറുപടിയാണ് താങ്കൾ നൽകിയത്. സ്വന്തം പ്രോഡക്റ്റിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ വരുന്നത്. എനിക്കൊരു പക്ഷേ ഞാൻ ചോദിച്ച ചോദ്യത്തോട് ഏറ്റവും യുക്തിപരമായിട്ടാണ് താങ്കൾ പ്രതികരിച്ചത്. താങ്ക് യു. പക്ഷെ ആ പരസ്യത്തിന് ഒരുപാട് പെൺകുട്ടികൾ കൂടി വന്ന് പറയുന്നുണ്ട്. അതുണ്ട്. സിനിമ കണ്ടോ? ഞാൻ അതിലേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ അതെ, പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമയിലെ ആ ഭാഗം ഒരുപക്ഷെ അങ്ങനെ ഏറ്റവും അധികം ഞാൻ എൻജോയ് ചെയ്ത ആ ഭാഗമാണ്. ശരിക്ക് ഇഷ്ടപ്പെട്ടത്? വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ താങ്കളെ എല്ലാ തരത്തിലും ചിത്രീകരിച്ചിട്ടുണ്ട്. ഒറ്റ തരത്തില്. അതെ, പെൺകുട്ടികൾ ഇങ്ങനെ ഞാൻ അപ്പോൾ ഈ വിശ്വാസം കൊണ്ട് എന്തിനാ ഈ പെൺകുട്ടികളെ വെക്കുന്നത്? പെൺകുട്ടികൾ കളർഫുൾ ആവാൻ. ഓ, അത് ശരിയാ. ഇതിപ്പോ എപ്പോഴും ഈ മുഖം ഈ തലമുടിയൊക്കെ കുറച്ച് പോയില്ലേ ഇപ്പോ, അപ്പൊ അത് കാരണം കാണാൻ അത്ര ചിലർക്ക് ഇതാണ് ഇഷ്ടം എന്ന് പറയുന്നുണ്ട്. പക്ഷെ മറ്റു പലർക്കും പറയുന്നു ഇത് അല്ലെങ്കിൽ അവര് ഉള്ളിൽ ഒതുക്കുന്നുണ്ടാവും, വേറെ ഒരു നല്ല കളർഫുൾ മുഖമും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നല്ലതല്ലേ? അല്ല, അത് താങ്കൾ പറഞ്ഞതിൽ ഒരു പക്ഷെ താങ്കൾ എളുപ്പം കൊണ്ട് പറഞ്ഞാണ്, മുടിയൊക്കെ പോയി. പക്ഷെ എങ്കിൽ പോലും താങ്കൾക്കറിയാം താങ്കൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചില ആളുകൾ, ഞാൻ പറഞ്ഞല്ലോ ചില ആളുകൾക്ക് ഇഷ്ടമുണ്ടെന്ന്. അപ്പൊ നമ്മൾ ഇതിലേക്ക് വരാം. ഞാൻ ഇഷ്ടപ്പെട്ടത് ഈ കൊല്ലം ബിഗിനിങ്ങിൽ, ഈ കൊല്ലല്ല കഴിഞ്ഞ കൊല്ലം ബിഗിനിങ്ങിൽ 2010 ബിഗിനിങ്ങിൽ ഒരു പരസ്യം എടുത്തിരുന്നു. അതില് 3 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. ആ 3 പെൺകുട്ടികളും ഇങ്ങനെ നടന്നു വന്ന് ഒരുവിധം ഒരു ഫാഷൻ പരേഡ് മാതിരി നടന്നു വരുന്നു. അപ്പൊ അതിന്റെ അപ്പുറത്ത് ഞാൻ ഇരുന്നിട്ട് പറയുന്നു, എക്സാക്ട്ലി ഇതേ മോഡലിലാണ് പ്രാഞ്ചിയേട്ടനില് മഹാനായ മമ്മൂട്ടി അഭിനയിക്കുന്നത്.